ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിട്ടുള്ളത് പോറ്റിയെ കേറ്റി എന്നുള്ള ഒരു ഭക്തിഗാനത്തിന്റെ പാരഡി ഗാനമായിരുന്നു. ഇപ്പോൾ അതിനെതിരെ CPM രംഗത്തെത്തിയിട്ടുണ്ട്. അത് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അത് ഹിന്ദുത്വത്തെ വ്രണപ്പെടുത്തുന്നു, അയ്യപ്പനെ അപമാനിക്കുന്നതാണെന്ന് പറയുന്നു. എന്താണ് താങ്കളുടെ അഭിപ്രായം? തിരിച്ചു വരുന്നുകൊണ്ടല്ല, CPM-കാർ തന്നെ ഇത് പറയണം. അയ്യപ്പ വിശ്വാസികളെ വ്രണപ്പെടുത്തുന്നതിനെതിരെ അവർ നിലപാടെടുക്കുന്നു എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷം. ഇനി എൻ്റെ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞാൽ, ഞാൻ ആശയപരമായി CPM-നോട് എതിര് നിൽക്കുന്ന വ്യക്തിയാണ്. ഞാനൊരു ഹിന്ദു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റ് ആണ്. CPM സെക്കുലർ ലെഫ്റ്റാണ്. പക്ഷേ ഞാൻ സഖാക്കളെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. സഖാവ് എന്ന വാക്കിന് ഒരു നന്മയുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഒരു കാലത്ത് നമ്മുടെ ജാതീയതയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്, സമത്വം ഇല്ലാതിരുന്ന കാലത്ത് സഖാക്കന്മാരാണ് ഒരർത്ഥത്തിൽ പല കാര്യങ്ങളും ഹിന്ദു സമൂഹത്തെ ഒരുമിച്ച് നിർത്തി. അതുകൊണ്ട് ചരിത്രപരമായി നമ്മുടെ AKG ആണെങ്കിലും കൃഷ്ണപിള്ള അടക്കമുള്ളവർക്ക് വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പം അതിനെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ടേ സംസാരിക്കുക. അതുകൊണ്ട് എല്ലാ സഖാക്കളും മോശമാണെന്ന് പറയുന്നത് ശരിയല്ല. ആ സഖാക്കളാണ് അയ്യപ്പ എന്ന വാക്ക് അത് എല്ലാ സഖാവിനും വിളിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ CPM-കാരെ TV ചർച്ചയ്ക്കൊക്കെ സഖാവെന്നാണ് പലപ്പോഴും വിളിക്കാറുള്ളത്. സഖാവിനെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഇത് അയ്യപ്പ വിശ്വാസികളെ ഒന്നും വ്രണപ്പെടുത്തുന്നില്ല, CPM-ന് ഡാമേജ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സത്യം. അല്ല, ഇത് ചോദിക്കാൻ ഒരു കാര്യം, ഈ സമൂഹ മാധ്യമങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ കണ്ടാണ്, ഇത് നമ്മൾ മുമ്പ് ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഈ മതവികാരത്തെ വ്രണപ്പെടുത്തി എന്ന് പറയുന്ന ഈ ഭാവം, അല്ലെങ്കിൽ CPM തന്നെയാണ് 2019 യുവതി പ്രവേശന സമയത്ത് കോളേജിൽ SFI ഒരു ചിത്രം വെക്കുകയുണ്ടായി. അവിടെ ഒരു 2 കാലുകളും ചോരൊലിക്കുന്നു, ഒന്ന് അയ്യപ്പന്റെ ചിത്രമാണ് വെച്ചിരുന്നത്. രണ്ട് ഈ CPM-കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPM-കാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPM-ന്റെ 80% ഹിന്ദുക്കളാണ്. അതായത് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈഴവ വിഭാഗം, നായർ വിഭാഗം, പണ്ട് നമ്പൂതിരിമാരായിരുന്നു. ഈ ഇല്ലങ്ങളിലൊക്കെയാണ് CPM ഏറ്റവും കൂടുതൽ വളരുന്നത്. പിന്നെ പിന്നോക്ക വിഭാഗങ്ങൾ. അപ്പോൾ CPM-കാർ പലപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉള്ളവരാണ്, എന്നാൽ ആശയപരമായ വ്യത്യാസമാണ്. അതുകൊണ്ട് CPM-കാരെ നിലപാട് പറഞ്ഞ് തിരുത്തി സ്വീകരിച്ച് സ്വാഗതം ചെയ്യണം എന്നൊരു സ്റ്റാൻഡാണുള്ളത്. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ശങ്കരാചാര്യരുടെ ഭാഷയിൽ, ശങ്കരാചാര്യരുടെ കാലത്തെ ഹിന്ദു ലെഫ്റ്റാണ് ബുദ്ധിസ്റ്റുകൾ. ശങ്കരാചാര്യരവരെ തിരിച്ച് നമ്മുടെ മാതൃധർമ്മത്തിലേക്ക്, ഹിന്ദു ധർമ്മത്തിലേക്ക്, സനാതന ധർമ്മത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അതേപോലെ CPM-കാരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്യമമാണ് നമ്മൾ ചെയ്യേണ്ടത്.